ശരി, റെഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പോറ്റിയുടെ അയൽവാസി വിക്രമൻ നായർ. മന്ത്രിയുടെ വാഹനത്തിലാണ് എത്തിയത്. പോലീസ് എസ്കോർട്ടും ഉണ്ടായിരുന്നു. മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അടൂർ പ്രകാശും പോറ്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും വിക്രമൻ നായർ പറഞ്ഞു. സുരേന്ദ്രൻ വന്നതും ദുഷ്ടലാക്കൂടെയൊന്നും അല്ല, പിന്നെ പോലീസ് ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ കൂടെ ചേർത്ത് സുരേന്ദ്രൻ ഒറ്റയ്ക്ക് ആണ് വന്നത്. വന്നിട്ട് പിന്നെ അവിടെ എന്തോ ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആരും കഴിച്ചിട്ടാണ് പോയത്. നേരത്തെ ഒരു പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സ്കൂളിൽ വെച്ചെന്തൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നിരുന്നു. വീട്ടിൽ വന്നിട്ടാണ് പോയത്. പിന്നെ അടൂർ പ്രകാശ് വരാറുണ്ട്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, പോറ്റിയുടെ ഈ അയൽവാസി ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്? അമൃത, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിനടുത്തെ അയൽവാസിയാണ് വിക്രം നായർ. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ 2017 ഇപ്പോഴല്ല മുമ്പ് ആണ് വീട്ടിലേക്ക് എത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഒരു തവണയാണ് വന്നത്. അന്ന് പോലീസ് എസ്കോർട്ടും ഒപ്പം തന്നെ മറ്റ് ഔദ്യോഗിക വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലാണ് കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിലെത്തിയത് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയ അയൽവാസി എല്ലാ ആളുകളും വരുമ്പോഴും അയൽവാസിയെ ക്ഷണിക്കാറുണ്ട്, അവരെ പരിചയപ്പെടുത്താറുണ്ട് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് അദ്ദേഹം വ്യക്തമാക്കിയത് അന്ന് പോയിരുന്നു. ഒരു ദിവസമാണ് പോയത്. ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലാണ് അദ്ദേഹം ആ വീട്ടിൽ കയറിയത് എന്നുള്ളതാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കാലങ്ങളായുള്ള ബന്ധമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയതിനു ശേഷം ശബരിമലയിൽ പോകുന്ന ഘട്ടങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാറുണ്ട്. അവിടുത്തെ ഒരാളായി ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ പരിപാടികൾക്കും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ അന്ന് അദ്ദേഹം ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തുന്ന ആളാണെന്നോ തനിക്ക് അറിയില്ലായിരുന്നു. പല ആളുകളും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുന്നു. ഒപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിക്കാറുണ്ട്, അടുത്തിടപെടാറുണ്ട്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഈ സ്വർണ്ണക്കൊള്ളയുമായി തനിക്കില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അയൽവാസി വിക്രമൻ നായർ വ്യക്തമാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, അടൂർ പ്രകാശും ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു തവണയും ഒപ്പം തന്നെ അടൂർ പ്രകാശ് ഒന്നിലധികം തവണയും വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിക്രം നായർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിക്രം നായർ പറയുന്നൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ ഒന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ആളാണെന്നുള്ള ഒരു ഭാവവും ഉണ്ടായിട്ടില്ല. വളരെ നല്ല ആളായി നാട്ടുകാരോടൊക്കെ ഇടപഴകുന്ന ഒരാളായിരുന്നു. എന്ത് സഹായത്തിനും ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ഒക്കെ കൂടുതൽ ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാനും ഒപ്പം തന്നെ സഹായം സ്വീകരിക്കാനും ഒക്കെ എത്താറുണ്ട്. ആ ഘട്ടത്തിൽ ഒന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തെറ്റുകാരനാണെന്ന് അറിയില്ല. ഇപ്പോഴും അത് തങ്ങൾ വിശ്വസിക്കുന്നില്ല. താൻ ഏതെങ്കിലും തരത്തിൽ തെറ്റിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ അയൽവാസി വ്യക്തമാക്കുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ വന്നു എന്നത് വലിയ വിവാദമായതിനു ശേഷമാണ് അദ്ദേഹം തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയത്. ഈ അയൽവാസി ഇപ്പോൾ വ്യക്തമാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലും ഒപ്പം തന്നെ അന്ന് അടൂർ പ്രകാശും ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയി സ്ഥിരം VIP കളായിട്ടുള്ള ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എത്താറുണ്ട് എന്നുള്ളതാണ്. അമൃത.